ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചിയും ആരതിയും കൂടി ഇപ്പോൾ ആശ്രമത്തിലെത്തിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സ്വാമിജി സച്ചിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഒടുവിൽ അകത്തേക്ക് വന്നു അല്ലേ എന്ന് ചോദിക്കുന്നു. ഇത്തവണ പുറപ്പെടാൻ സച്ചിക്കായിരുന്നു തിടക്കം എന്ന് ആരതിയും പറയുന്നുണ്ട്. ഉദ്ദേശം പൂർത്തിയായിരിക്കുന്നു, ഇനി ആ മുഹൂർത്തത്തിലേക്ക് എത്തിയാൽ മതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ട് ഒരു സംശയത്തോടെ സച്ചി ചോദിക്കുന്നുണ്ട്, സ്വാമിജി എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഉടനെ സ്വാമിജി പറയുന്നു, ചിത്രാ പൗർണമി ഉത്സവം തീരുന്നതിന് മുൻപേ അത് സംഭവിച്ചിരിക്കും. വക്കീലിന് തിരക്ക് കൂടിയതിൽ പിന്നെ പൂജയിലേക്കുള്ള സഹായം കുറഞ്ഞോ എന്ന് ആരതിയോടും ചോദിക്കുന്നുണ്ട് സ്വാമിജി. ഉടനെ ആരതി പറയുന്നുണ്ട്, എനിക്ക് ജോലിയുള്ളത് കൊണ്ടല്ലേ ആളുകളുടെ പ്രശ്നം കേട്ട് മടുത്തു എന്ന് പറയുമ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ സച്ചിയുടെ കേസിൽ മാത്രം ശ്രദ്ധ ഉള്ളത് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സ്വാമിജി. ഇത് കേട്ട് അല്ല എന്ന് പറയുന്നുണ്ട് ആരതി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉടനെ തന്നെ ആ ഒരു വിഷയം മാറ്റുന്നുണ്ട് ആരതി. ഗോകുൽ സാറിൻ്റെ ഭാര്യയുടെ കാര്യം എന്തായി, കുറച്ചെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം അവിടുത്തെ ഒരു അന്തേവാസി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഭാര്യയ്ക്ക് ഓർമ്മയില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വിഷമം. സച്ചി പറയുന്നത് കേട്ട് ഇപ്പോൾ ഒരു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട് സ്വാമിജി. എല്ലാവരുടെയും ദുഃഖം മാറ്റാൻ ഈശ്വരനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അത് കൃത്യമായി നടക്കുന്നുണ്ടെന്നും പറയുന്നു സ്വാമിജി. ഓർമ്മ തിരിച്ചു വരുന്നതിൻ്റെ എന്തെങ്കിലും സൂചന ഉണ്ടോ എന്ന് ആരതി ചോദിക്കുന്നു. ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞാൽ ഫലം അച്ചിട്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ എന്നാലും എന്നിങ്ങനെ ആരതി പറയുന്നുണ്ട്. വിധി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മകൾ തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഓരോ ദിവസവും ഓരോ നാളും നോക്കിയാണ് മരുന്നിൻ്റെ അളവുകൾ നോക്കുന്നത്. അങ്ങനെയൊക്കെ ചികിത്സയുടെ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഓരോന്നും അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ സ്വാമിജി. അങ്ങനെ ഇപ്പോഴും അവർ സംസാരിക്കുന്നതെല്ലാം ആ അന്തേവാസി ഇപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, സച്ചിയോട് പറയുന്നുണ്ട് നന്നായി പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് ആരതിയോടും പറയുന്നു, നന്നായി പ്രാർത്ഥിക്കണം, നിനക്കും ചിലതൊക്കെ പ്രാർത്ഥിക്കാനില്ലേ എന്ന് ചോദിക്കുന്നു. അത്രയും പറഞ്ഞ് സ്വാമിജി അവിടെ നിന്ന് പോകുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെ ഇപ്പോൾ സ്വാമിജി ഒന്ന് നോക്കുകയാണ് സച്ചി. ശേഷം ശിശിരയാണ് കാണിക്കുന്നത്. ശിശിര ഇപ്പോൾ രാജീവിൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഈ പെണ്ണിനെ എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇത്രയും വാശിയുള്ളൊരു പെണ്ണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജീവിന് ഭക്ഷണം കൊണ്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഇതിനെ എൻ്റെ തലയിലെടുത്ത് വെച്ച് തന്നിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നു. ശിശിര ഇതൊക്കെ പറയുന്നത് കേട്ട് രാജീവ് എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ട് ശിശിര പറയുന്നുണ്ട്, എന്താ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും. തിന്ന് കുടിച്ചും ഇവിടെ കിടക്കുന്നവർക്ക് അടുക്കളയിലെ ജോലിയെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ, കിട്ടുന്ന ആഹാരവും കഴിച്ച് മിണ്ടാതെ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഭക്ഷണം അവിടെ വെച്ചിട്ട് ശിശിര ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്ന അവന്തികയാണ്. അവന്തികയെ കാണാനായി അവരെ സച്ചിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അന്തേവാസി ഇപ്പോൾ അവന്തികയെ കാണാനായി അവന്തികയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അർച്ചനയുടെ ഓർമ്മകളൊന്നും തിരിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പണം കൊടുത്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടുമാണ് അയാളെ ഇപ്പോൾ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. കണ്ണും കാതും തുറന്ന് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകണമെന്ന് അവന്തിക പറയുമ്പോൾ അയാളപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റി തരാം. ശിവയോഗയുടെ ചികിത്സാ രീതികളൊക്കെ എനിക്കറിയാം, എന്നെ സഹായിക്കുന്നവർക്ക് വേണ്ടി അത് മുടക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറയുന്നത് കേട്ട് നിങ്ങളെ വിശ്വസിക്കാമല്ലോ അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. ധൈര്യമായിട്ട് എന്നെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നു, എൻ്റെ പണവും വാങ്ങി എന്നെ ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ക്ഷമിക്കുന്നവരല്ല ഞങ്ങൾ എന്നൊരു ഭീഷണിയോടെ പറയുന്നുണ്ട് അവന്തിക. ഉടനെ അയാൾ പറയുന്നു, ഒരു സംശയവും വേണ്ട, കാര്യങ്ങളെല്ലാം നടന്നിരിക്കും, എങ്കിൽ ഞാനങ്ങോട്ട് എന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുകയാണ്. ഒരു ശുഭവാർത്തയ്ക്കായി ഞാൻ കാത്തിരിക്കുമെന്ന് അവന്തികയും അയാളോട് പറയുന്നു. അയാൾ അങ്ങോട്ട് പോയതിനു ശേഷം അവന്തിക ചോദിക്കുന്നുണ്ട്, ഇയാളെ കൊണ്ട് വല്ല കാര്യങ്ങളൊക്കെ നടക്കുമോ ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നുണ്ടോ നടക്കുമെന്ന്. ആ ശിവയോഗി വെറുമൊരു സന്യാസി മാത്രമല്ല, ആയുർവേദ ചികിത്സയിൽ അഗ്രഗണ്യനാണ് എന്നും മൂർത്തി പറയുന്നുണ്ട്. അയാൾ എത്ര അഗ്രഗണ്യനാണെങ്കിലും നമ്മുടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും മുന്നിൽ അതിൻ്റെ ശക്തിയിൽ അർച്ചനയുടെ ആ പൂജ മുടങ്ങണം. ഓർമ്മയുടെ ഒരു തരി വെളിച്ചം പോലും അവളുടെ തലയിലേക്ക് വരാൻ പാടില്ല. ഇയാളൊരു ചെറിയ ഇര മാത്രമാണ്, ഇയാളേക്കാൾ വലിയ സ്രാവുണ്ട് അവിടെ, അവരെയും നമുക്ക് കൈയടക്കാൻ സാധിക്കും എന്നും മൂർത്തി പറയുന്നുണ്ട്. ഇയാളുടെ ശ്രമം ഒരു വഴിക്ക് നടക്കട്ടെ, അല്ലാതെ മറ്റൊരു വഴിയും കൂടി നമുക്ക് തുറന്നിടണം, അതിന് ആശ്രമത്തിൽ നിന്നും മറ്റാരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അവന്തിക. ഉടൻ തന്നെ നമുക്ക് ആശ്രമത്തിലേക്ക് പോകണം, അവിടെ നമുക്ക് പറ്റിയൊരാളെ കണ്ടെത്താമെന്നും മൂർത്തിയോട് പറയുന്നുണ്ട് അവന്തിക. ശേഷം കാണിക്കുന്നത് അർച്ചനയുടെ ചികിത്സ തുടങ്ങിയിരിക്കുകയാണ്. തൊട്ടരികിൽ തന്നെ ശോഭനയും ഗോകുലും നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്വാമിജിയും അവിടേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മരുന്നിനോടൊപ്പം പ്രാർത്ഥനയും അത്യാവശ്യമാണെന്ന്. സമൃദ്ധി ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു,
തൽക്കാലം ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്ന് നിലാധാര കഴിയുന്നത് വരെ പുറത്ത് വിശ്രമിക്കാം, ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ സ്വാമിജി പറയുന്നുണ്ട് അവരോട്. എന്നിട്ട് ശോഭനയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് മനസ്സിൽ ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. എല്ലാ സംശയങ്ങളും തീരും, മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകൾ മാറ്റി പ്രാർത്ഥനയോടെ നിന്നോളൂ എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം തന്നെ സച്ചിയും ആരതിയും കൂടി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു തരണം, ഈ ചിത്ര പൗർണമി ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ സച്ചി. എന്നാൽ ആരതി പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചതും കളിച്ചതും വളർന്നതുമൊക്കെ. എൻ്റെ പ്രാർത്ഥന അങ്ങേക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ് സച്ചിയുടെ പ്രാർത്ഥന എന്ന് എനിക്കറിയാം. സച്ചി അവരെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അർച്ചനയും കുഞ്ഞിനും സച്ചിക്ക് കിട്ടിയില്ല എങ്കിൽ സച്ചി എനിക്ക് എൻ്റെ ഭർത്താവായി തരണം, എനിക്ക് സച്ചിയെ അത്രയ്ക്കിഷ്ടമാണ് എന്നൊക്കെ നിന്നാണ് ആരതിയും പ്രാർത്ഥിക്കുന്നത്. അവർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ആരതി ഇപ്പോൾ സച്ചിക്ക് പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട്. സച്ചി എന്താ പ്രാർത്ഥിച്ചത് എന്ന് ആരതി ഇങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്ന്. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, വക്കീൽ എന്താ പ്രാർത്ഥിച്ചത് എന്ന്. അത് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്കും പ്രാർത്ഥിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ, അത് ഞാൻ ഭഗവാനോടും ദേവിയോടും പറഞ്ഞിട്ടുണ്ട് എന്ന് ആരതി പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോകുൽ ഇപ്പോൾ അവിടേക്ക് വരുന്നു. ആരതിയുടെ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന സ്വാമിജി തരുന്നുണ്ടെന്ന് ഗോകുൽ പറയുന്നു ആരതിയോട്. ഇവിടെ വന്നപ്പോൾ മുതൽ ഇതുവരെ ഇല്ലാതിരുന്നൊരു പ്രതീക്ഷ ഇപ്പോൾ എനിക്കുണ്ടെന്ന് ഗോകുൽ പറയുന്നു. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ, നിയോഗമുള്ളവർക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കൂ. അങ്ങനെ ഇപ്പോൾ ഗോകുൽ അകത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. സമൃദ്ധിക്ക് അവളുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടണം, എൻ്റെ ഗൗരിമോൾക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടാനും പാടില്ല എന്നാണ് ഇപ്പോൾ ഗോകുലും പ്രാർത്ഥിക്കുന്നത്. ഈ സമയം അർച്ചനയുടെ ചികിത്സകളെല്ലാം അവന്തിക കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആൾ അതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ശോഭന പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ അവന്തിക എത്തിയിട്ടുണ്ട്. അവന്തിക ഇപ്പോൾ ശോഭനയുടെ അടുത്ത് നിന്ന് വർത്തമാനം പറയുകയാണ്. സമൃദ്ധിക്ക് ചികിത്സ തുടങ്ങി, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല, എനിക്കൊരു സമാധാനവുമില്ല എന്നൊക്കെ ഇപ്പോൾ വളരെയധികം ടെൻഷനോടെ ശോഭന അവന്തികയോട് പറയുന്നുണ്ട്. അമ്മ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവന്തിക ശോഭനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സ്വാമിജി ഇപ്പോൾ അവന്തിക എത്തിയിരിക്കുന്നത് അറിഞ്ഞിരിക്കുകയാണ്. സ്വാമിജി എന്നാൽ പ്രാർത്ഥനയിലാണ്. അവിടെ ഒരു സ്ത്രീ, അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരോട് സ്വാമിജി പറയുന്നുണ്ട്, അതിഥികൾ വീണ്ടും ഉണ്ടല്ലേ. ഉടനെ ആ സ്ത്രീ പറയുന്നുണ്ട്, പക്ഷേ നമ്മളുടെ ക്ഷണം സ്വീകരിക്കാതെ വന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, എന്തായാലും അവർക്ക് നിയോഗമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തേ മതിയാകൂ. ശത്രുവായാലും അതിഥികളെ നമ്മൾ ദൈവത്തെ പോലെ തന്നെ കാണണം, ഒട്ടും സംശയം വേണ്ട, എല്ലാം ശുഭമായി തന്നെ അവസാനിക്കും എന്ന് സ്വാമിജി ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്നും പോവുകയാണ്. സച്ചിയും ആരതിയും കൂടി ഇപ്പോഴും സംസാരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അർദ്ധനാരീശ്വരന് മുന്നിൽ പ്രാർത്ഥിച്ചതോടെ മനസ്സിൽ ഒന്ന് ശാന്തമായതുപോലെ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നു. ഇത് കേട്ട് ഇപ്പോൾ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചിക്ക് അർച്ചനയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടട്ടെ, സാരമില്ല, ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചോളാം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ ശോഭന ഇപ്പോൾ അവന്തികയുമായി അർച്ചന കിടക്കുന്നിടത്തേക്ക് ചികിത്സ നടക്കുന്നതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്തിക ആരതിയും സച്ചിയും കൂടി അവിടേക്കൂടെ നടന്നു വരുന്നത് കാണുന്നത്. ഈശ്വര, ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, സച്ചിയും ആ വക്കീലും, ഇവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ തീർന്നത് തന്നെ എന്നിങ്ങനെ അവന്തിക ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുകയാണ്. അവന്തിക ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ശോഭന ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഒന്നുമില്ലമ്മേ, ഞാനൊരു കാര്യം മറന്നു, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് അവന്തിക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ശോഭന അവിടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും മാറി ഒളിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അവന്തിക. ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് സമൃദ്ധയെ കാണാനായിരിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് അവന്തിക. ശേഷം തുടർന്ന് ശോഭന ഇപ്പോൾ ആരതിയോട് സംസാരിക്കുകയാണ്. സമൃദ്ധയെ കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ്, അമ്പലത്തിൽ പോയി തൊഴുതിട്ട് സമൃദ്ധ മേഡത്തെ കാണാമെന്ന് വിചാരിച്ചു എന്ന് സച്ചി ഇപ്പോൾ ശോഭനയോട് പറയുന്നു. ദൈവമേ, സച്ചിക്കും ഇവരെ പരിചയമുണ്ടോ, ഇതാകെ പുലിവാലാകുമല്ലോ എന്ന് അവന്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സമൃദ്ധ അപ്പുറത്താണ്, നമുക്ക് അവിടേക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ട് അവന്തിക പറയുന്നു, ഇപ്പോൾ എല്ലാം തീരും, ഇത്രയും കാലം അന്വേഷിച്ച് നടന്ന ഭാര്യയുടെ മുന്നിലേക്കാണ് ആ തള്ള അവനെയും കൊണ്ട് പോകുന്നത്, എല്ലാം തീരാൻ പോവുകയാണ്, എങ്ങനെയെങ്കിലും തടയണമല്ലോ
എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. തുടർന്ന് ഇപ്പോൾ അർച്ചന കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ തന്നെ മുന്നിൽ സ്വാമിജിയുണ്ട്. എങ്ങനെയുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സ്വാമിജി ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നു. മകളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതിൽ ആകാംക്ഷയുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ബന്ധുക്കളെ തന്നെയാണ് എന്നിങ്ങനെ സ്വാമിജി പറയുമ്പോൾ ഗോകുലും അമ്മയും അല്ലാതെ വേറെ ആരൊക്കെയാണ് എന്ന് അർച്ചന ഇപ്പോൾ സ്വാമിജിയോട് ചോദിക്കുന്നു. ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോൾ ഇന്ന് മനസ്സിലാക്കാത്ത പലതും അപ്പോൾ മനസ്സിലാകും എന്ന് സ്വാമിജി അർച്ചനയോട് പറയുകയാണ്. എന്ന് സ്വാമിജി പറയുന്നത് കേട്ട് ഒരു സംശയത്തോടെ അർച്ചന ഇങ്ങനെ സ്വാമിജിയെ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് അവന്തികയുടെ ആ ആളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.